ഇയർ ബാലൻസ് പ്രശ്നം അനുഭവിക്കുന്നവർ ചുരുക്കമല്ല. ഇടയ്ക്കെങ്കിലും ഇത്തരം രോഗാവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട്. സമാധാനമായി നടക്കാനും വണ്ടി ഓടിക്കാനുമൊന്നും കഴിയാത്ത തരത്തിൽ പലരെയും ഈ ആരോഗ്യ പ്രശ്നം അലട്ടുന്നവരുമുണ്ട്. ഇത്തരം ആളുകളുടെ കൺകണ്ട ദൈവമാണ് ഡോക്ടർ രവി. തൃശൂർ ജില്ലയിലെ തൃപ്രയാറിന് സമീപത്തായി ചികിത്സ നടത്തുന്ന ഡോക്ടർ ഇയർ ബാലൻസ് നഷ്ടമാകുന്ന അവസ്ഥയ്ക്ക് മരുന്നു നൽകാതെ വ്യായാമം കൊണ്ട് ചികിത്സിക്കുന്നയാളാണ്. ഇപ്പോഴിതാ തന്റെ സുഹൃത്തിന്റെ ഇയർ ബാലൻസ് പ്രശ്നം നിസാരമായി മാറ്റിയ ഡോക്ടറിന് ആശംസകൾ നേരുകയാണ് മോഹൻലാൽ. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ചന്ദ്രാപിന്നിയിലെ ഡോക്ടർ രവിയെ നേരിട്ട് കണ്ട അനുഭവവും അദ്ദേഹത്തിന്റെ മഹത്വവും മോഹൻലാൽ വിവരിക്കുന്നു. നിസ്വാർത്ഥ പ്രതീകമായാണ് ഡോക്ടർ രവിയെന്നും ഇത്തരം മനുഷ്യരാണ് ഹീറോകളെന്നും കുറിക്കുന്നു. ഡോക്ടറിനൊപ്പം കൈകോർത്ത് നിൽക്കുന്ന ചിത്രവും താരം പങ്കുവച്ചിട്ടുണ്ട്. തനിക്ക് ഇത്തരം രോഗാവസ്ഥ വന്നപ്പോഴാണ് ഡോക്ടർ രവി വ്യായാമ മാർഗങ്ങളെക്കുറിച്ച് പഠിച്ചത്. അത് അദ്ദേഹത്തിന് തന്നെ തുണയായി മാറുകയും ചെയ്തു. ഭാര്യയുടെ ഇയർ ബാലൻസ് പോയപ്പോൾ അടക്കം ലഘുവായ വ്യായാമമുറ നിർദ്ദേശിച്ചു ഭേദപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. നിരവധി പേരാണ് ഇന്ന് ഡോക്ടർ രവിയെ തേടി എത്താറുള്ളത്. നിരവധി പ്രമുഖരെയും ഡോക്ടർ രവി ചികിത്സിച്ചു. സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷമാണ് ഡോക്ടർ രവി തന്റെ ചികിത്സാരംഗത്ത് ശ്രദ്ധേയ മുന്നേറ്റം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ജീവിതയാത്രയിൽ അവിചാരിതമായി നമ്മൾ ചില അനുഗ്രഹീതരെ കണ്ടുമുട്ടാറുണ്ട്. ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വഴി അങ്ങനെ കണ്ടുമുട്ടിയ ഒരാളാണ് ചന്ദ്രാപിന്നിയിലെ ഡോക്ടർ രവി. ചെവിയുടെ ബാലൻസിംഗ് നഷ്ടമാകുന്ന രോഗാവസ്ഥയിൽ നിന്ന് എൻ്റെ ഒരടുത്ത ചങ്ങാതിയെ നിസാരമായി തോന്നും വിധം ഭേദമാക്കിയ ആളാണ്. ഡോക്ടറെ നേരിൽ കാണണമെന്ന് ആഗ്രഹം തോന്നി. ഇതേ ചങ്ങാതിക്കൊപ്പം ഈയിടെ തൃപ്രയാർ ക്ഷേത്രത്തിൽ പോയ കൂട്ടത്തിൽ ഞാനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. കണ്ടുമുട്ടിയപ്പോഴാണ് ഇയർ ബാലൻസിന്റെ ദുരിതമനുഭവിക്കുന്ന പതിനായിരങ്ങൾക്ക് വിദൂരത്തിരുന്ന് ഓൺലൈനിലൂടെ രോഗത്തിന്റെ അടിവേരടക്കം പറിച്ചെടുത്തിട്ടുള്ള ഡോക്ടർ രവിയുടെ മഹത്വം നേരിട്ടറിയാനായത്. തന്നെ ഈ രോഗാവസ്ഥ ബാധിച്ചപ്പോൾ സ്വയം കണ്ടെത്തിയ പ്രതിവിധിയുടെ കൈപുണ്യമാണ് ദൈവസിദ്ധമെന്ന നിലയ്ക്ക് അനേകർക്കാശ്വാസമായി അദ്ദേഹം കൈമാറുന്നത്. നിസ്വാർത്ഥതയുടെ പ്രതീകമെന്നാണ് അദ്ദേഹം സംഭാവനകൾ തിരിച്ചറിഞ്ഞപ്പോൾ തോന്നിയത്. സമൂഹത്തിൽ ഇത്തരം മനുഷ്യരാണ് യഥാർത്ഥ ഹീറോകൾ. അതുകൊണ്ട് തന്നെ ഈ ഹീറോയെപ്പറ്റി അദ്ദേഹത്തിന്റെ പിന്തുണയും സഹായവും രക്ഷയായേക്കാവുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പറയാമെന്നെനിക്ക് തോന്നി. അദ്ദേഹത്തിന് ജഗദീശ്വരൻ ദീർഘായുസ്സും മംഗളവും നൽകി അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇതായിരുന്നു മോഹൻലാലിന്റെ കുറിപ്പ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.